ഇവർക്ക് ഒന്നാം ഭാഗം വന്നു കഴിഞ്ഞാൽ പിതാവിന് അരിഷ്ടത പറയണം. രണ്ടാം ഭാഗം മാതാവിന്, മൂന്നാം ഭാഗം അമ്മാവന്, നാലാം ഭാഗം തനിക്ക്. തനിക്കെന്ന് ഉദ്ദേശിക്കുന്നത് തന്റെ ആയുർദോഷമാണ്. 17 വർഷം കഴിഞ്ഞതിന് ശേഷം, അത് കുട്ടിയുടെ 17 വയസ്സിന് ശേഷം കമ്മീഷൻ ബേസിൽ ബിസിനസ് ചെയ്യാനോ, ചില കുട്ടികൾ പഠിക്കില്ല, കമ്മീഷൻ ബേസിൽ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യാനോ, ഷെയർ മാർക്കറ്റിൽ ചെറിയ മുതൽ മുടക്കി അതിൽ ലാഭം കൊയ്യാനോ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാനോ, ബ്രോക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇടനിലക്കാരൻ, അത് വാഹനമാണെങ്കിലും വീടാണെങ്കിലും ഇതിനൊക്കെ നിന്ന് ചെയ്യാനുള്ള ആ ഒരു മിടുക്ക് വരും. വിവാഹാദി കാര്യങ്ങളിൽ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു വേണം വിവാഹം നടത്താൻ. അത് ആൺകുട്ടികളും പെൺകുട്ടികളും. മെഡിക്കൽ ഫീൽഡും പറയണം. അപ്പൊ മെഡിക്കൽ വിടുന്നത് എല്ലാവരും ഡോക്ടറാകാൻ പറ്റൂലല്ലോ. അപ്പൊ കമ്മീഷൻ ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെഡിക്കൽ റെപ്പ് പറയാം, അങ്ങനെ വരും. പിന്നെ ഡിഫാം പഠിക്കുന്ന കുട്ടികൾ മെഡിക്കൽ സ്റ്റോറൊക്കെ വെച്ച് നടത്തുന്നില്ലേ, ഇതിലൊക്കെ ഇവർക്ക് വരാനുള്ള അവസരം കൂടുതലാണ്. രാഹൂർ എന്ന് ഉദ്ദേശിക്കുന്നത് 10ൽ പാമ്പ് അമല വേണ്ടു എന്നാണ് തമിഴിലെ വാക്ക്. ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ഒരു ഫീൽഡിൽ നിന്നിട്ട് ആ ഫീൽഡിൽ തന്നെ തുടർന്ന് പോകണമെന്നില്ല. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ടക്കര വേറെ ഫീൽഡ് മാറി അതിൽ വിജയം കൈവരിക്കും. നമസ്കാരം, ഞാൻ ആറ്റേൽ മുത്തുകുമാർ. എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും നവഭാരത് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന നക്ഷത്രം അത്തം. അത്തത്തിന്റെ ഒരു പ്രത്യേകത, ചന്ദ്രദിശയിലാണ് ജനനം. അപ്പൊ കന്നിയിലാണ് രാശി വരുന്നത്, കന്നിരാശി. പാദദോഷമുള്ള നക്ഷത്രം, അതായത് 1, 2, 3, 4 പാദം അടങ്ങുന്നതാണ് കന്നിരാശി, അത്തം. ഇവർക്ക് ഒന്നാം ഭാഗം വന്നു കഴിഞ്ഞാൽ പിതാവിന് അരിഷ്ടത പറയണം. രണ്ടാം ഭാഗം മാതാവിന്, മൂന്നാം ഭാഗം അമ്മാവന്, നാലാം ഭാഗം തനിക്ക്. തനിക്കെന്ന് ഉദ്ദേശിക്കുന്നത് തന്റെ ആയുർദോഷം. അപ്പൊ ചിലർ തർക്കിക്കുന്നുണ്ട്, ഇല്ല 4ാം ഭാവമാണ് മാതാവിന്, 2ാം ഭാവം തനിക്ക്, 3ാം ഭാവം അമ്മാവനെന്ന് പറയുന്നുണ്ട്. അതെന്തായിക്കോട്ടെ, എന്തായാലും 1ാം ഭാവം അത്തം 1ൽ ജനിച്ചു കഴിഞ്ഞാൽ പിതാവിന് വളരെ അരിഷ്ടതയാണ്, ദോഷം, ആയുർദോഷം എന്ന് വേണമെങ്കിൽ പറയാം. അത് പക്ഷബലം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ. പിന്നെ ആ വ്യക്തിയുടെ, ജനിക്കുന്ന ആ കുട്ടിയുടെ പക്ഷബലം എന്ന് ഉദ്ദേശിക്കുന്നത് മീനത്തിലെ അത്തം, മേടത്തിലെ അത്തമാണെങ്കിലും മിഥുനത്തിലെ അത്തമാണെങ്കിലും, കർക്കിടക മാസം ജനിക്കുന്ന അത്തമാണെങ്കിലും പക്ഷബലമുണ്ട്. കന്നിമാസം പക്ഷബലമില്ല. അടുത്ത് വരുന്ന തുലാം, വൃശ്ചികം, ധനു ഇതൊന്നും പക്ഷബലമില്ല. മാസമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ദിശാകാലം ഉദ്ദേശിക്കുന്നത് ചന്ദ്രദിശയിലാണ് ജനനം. പക്ഷബലം ഉണ്ടെങ്കിൽ ചന്ദ്രദിശ മാതാവിന് അരിഷ്ടത ഉണ്ടാക്കില്ല. സൂര്യൻ നീചരായി പോയാൽ കുറച്ചുകൂടെ, അത്ത 1ാം ഭാഗത്തിൽ സൂര്യൻ നീചരായി പോയാൽ സപ്പോർട്ടീവ് എങ്ങനെ വരും? അച്ഛനും ദോഷം ചെയ്യും. അപ്പൊ 1ാം ഭാവം എന്ന് പറയുന്നത് നമുക്ക് ഫുള്ളും 10 വർഷം ഇടാം. അത് കഴിഞ്ഞ് വന്ന കുജദശ 17. പിന്നെ വരുന്ന രാഹുൽ. അപ്പൊ ഇവർക്ക് രാഹുൽ കറക്റ്റ് തുടങ്ങുന്നത് ഒരു 17 വയസ്സിലായിരിക്കും. അപ്പൊ 35 വയസ്സ് വരെ രാഹുൽ ദശ. രാഹുൽ ദശ 10ൽ നിന്ന് കഴിഞ്ഞാൽ, സർപ്പൻ 10ൽ വന്നു കഴിഞ്ഞാൽ, 10 എന്ന് ഉദ്ദേശിക്കുന്നത് രാശിക്കോ ലഗ്നത്തിലോ. ലഗ്നം എന്ന് പറയുന്നത് ജാതകത്തിലാണ്. ഇപ്പോൾ നമ്മൾ നക്ഷത്രത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കന്നിക്ക് 10 എന്ന് പറയുന്നത് മിഥുനത്തിൽ വന്നു കഴിഞ്ഞാൽ, ഈ 17 വർഷം കഴിഞ്ഞതിന് ശേഷം, അത് കുട്ടിയുടെ 17 വയസ്സിന് ശേഷം കമ്മീഷൻ ബേസിൽ ബിസിനസ് ചെയ്യാനോ, ചില കുട്ടികൾ പഠിക്കില്ല, കമ്മീഷൻ ബേസിൽ ബിസിനസ് ചെയ്യാനോ അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്യാനോ, ഷെയർ മാർക്കറ്റിൽ ചെറിയ മുതൽ മുടക്കി അതിൽ ലാഭം കൊയ്യാനോ, റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യാനോ, ബ്രോക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇടനിലക്കാരൻ, അത് വാഹനമാണെങ്കിലും വീടാണെങ്കിലും ഇതിനൊക്കെ നിന്ന് ചെയ്യാനുള്ള ആ ഒരു മിടുക്ക് വരും. അപ്പൊ രാഹുലുകൾക്ക് ദോഷമല്ല കന്നി രാശിക്കാർക്ക്. പിന്നെ വരുന്ന വ്യാഴൻ, അത് പാതകാലി എന്ന് പറയും രാശിക്ക്. 4ൽ വന്നു കഴിഞ്ഞാൽ ഗജകേശ്വരി യോഗമായി, 7ൽ വന്നാൽ ഗജകേശ്വരി യോഗമായി. അത്ര ദോഷമല്ല. എന്നാലും പാതകാലി ഒരു പാതകം ചെയ്യും. അപ്പൊ 4, 7 ഉദ്ദേശിക്കുന്നത് 4 അത്ര ദോഷമല്ലെങ്കിലും 7 കളത്രം. വിവാഹാദി കാര്യങ്ങളിൽ ഗജകേശ്വരി ഉണ്ടെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചു വേണം വിവാഹം നടത്താൻ. അത് ആൺകുട്ടികളും പെൺകുട്ടികളും. അപ്പൊ ഇവരെ പഠന മികവ് എന്ന് പറയുന്നത് സൂര്യന് പറഞ്ഞതുപോലെ തന്നെ, ഉത്തരത്തിന് പറഞ്ഞതുപോലെ തന്നെ, ഇവര് ചന്ദ്രന്റെ ദശയിൽ ജനനം. മെഡിക്കൽ ഫീൽഡും പറയണം. അപ്പൊ മെഡിക്കൽ വിടുന്നത് എല്ലാവരും ഡോക്ടറാകാൻ പറ്റൂലല്ലോ. അപ്പൊ കമ്മീഷൻ ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെഡിക്കൽ റെപ്പ് പറയാം, അങ്ങനെ വരും. പിന്നെ ഡിഫാം പഠിക്കുന്ന കുട്ടികൾ മെഡിക്കൽ സ്റ്റോറൊക്കെ വെച്ച് നടത്തുന്നില്ലേ, ഇതിലൊക്കെ ഇവർക്ക് വരാനുള്ള അവസരം കൂടുതലാണ്. രാഹൂർ എന്ന് ഉദ്ദേശിക്കുന്നത് 10ൽ പാമ്പ് അമല വേണ്ടു എന്നാണ് തമിഴിലെ വാക്ക്. ഇരുന്ന് കഴിഞ്ഞാൽ ഇവർ ഒരു ഫീൽഡിൽ നിന്നിട്ട് ആ ഫീൽഡിൽ തന്നെ തുടർന്ന് പോകണമെന്നില്ല.
അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത് ടക്കര വേറെ ഫീൽഡ് മാറി അതിൽ വിജയം കൈവരിക്കും. ചടഞ്ഞ് കൂടി അങ്ങ് ഇരിക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകത 10 രാഹു വന്നു കഴിഞ്ഞാൽ. ഒരു ഫീൽഡില്ലെങ്കിൽ അടുത്തത്, അത് ശരിയാണെങ്കിൽ അതിന്റെ അടുത്തത്, അത് ശരിയാണെങ്കിൽ അതിന്റെ അടുത്തത്, അങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും. ആരെങ്കിലും ഒന്ന് സെറ്റ് ആകുമ്പോൾ അത് കയറി നിന്നുള്ളവര്. അപ്പൊ ഇവരുടെ വിവാഹ ജീവിതം ഞാൻ പറഞ്ഞതുപോലെ ആ ജന്മസമയായിൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ അത് വിവാഹ തടസ്സം കാണുന്നു. അത് വ്യക്തിത്വം പറയുകയാണെങ്കിൽ ജലയാത്ര ഇഷ്ടപ്പെടുന്നവരാണ്, നഗരത്തിൽ താമസിക്കുന്നവരാണ്. ഇവർക്ക് എപ്പോഴും ജനക്കൂട്ടം ചുറ്റും വേണം. ഇവർക്ക് ബുധന്റെ വീടല്ലേ. പിന്നെ സംഗീതാദി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ 10 ബുധൻ ഇരുന്ന് കഴിഞ്ഞാൽ വയലിനിസ്റ്റ് ആവാം. അത് കമ്പി കൊണ്ടുള്ള വാദ്യോപകരണം. അപ്പൊ എന്തുദ്ദേശിക്കാം നമുക്ക്? 10 ബുധൻ വന്നു കഴിഞ്ഞാൽ അത് രാഹുവിന്റെ കൂടെ ആയി കഴിഞ്ഞാൽ വാദ്യോപകരണം കമ്പി കൊണ്ടുള്ളതെന്ന് ഉദ്ദേശിക്കുന്ന ഗിറ്റാർ പറയാം, വയലിൻ പറയാം, വീണ, ഇതൊക്കെ. അപ്പം അവർക്ക് ആ ഒരു ഇപ്പൊ പൂരത്തിന് ഞാൻ സിനി ഫീൽഡാണ് പറഞ്ഞത്, ഇത് വന്ന് എന്ത് ഫീൽഡാണ് പറഞ്ഞത്? അവരൊരു ആഗ്രഹമാണ്. ഇപ്പൊ ഒരു പഠനം മെഡിക്കലാണെങ്കിലും ഇവരുടെ ഒരു ഉപരിയായിട്ട് ഇവര് കൂടുതലും ഇതിൽ പറഞ്ഞത് മ്യൂസിക്കല്ലേ ഇവർ വരുള്ളൂ. അപ്പം ഈ ഒരു ഇൻട്രസ്റ്റ് അവർക്ക് ഉണ്ടാകും. അപ്പൊ അതിൽ കുട്ടികളിൽ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പഠനത്തിനോടൊപ്പം തന്നെ അത് അഭ്യസിപ്പിക്കുക. പെട്ടെന്ന് ഒരു മാറ്റം, സൗണ്ട് എഞ്ചിനീയറൊക്കെ വരാൻ ഉള്ള അവസരം കിട്ടും. എന്തുകൊണ്ടും ഇവർക്ക് ഈ ദശാകാലത്തിൽ ദോഷവശമില്ല. വ്യാഴദിശ ഇവർക്ക് വളരെ ശ്രദ്ധ വേണം. വ്യാഴദിശാകാലം. അപ്പൊ ഏഴിൽ നിന്നാൽ എന്ത് സംഭവിക്കും? യൂറിനറി ഇൻഫെക്ഷൻ വരാം, ആരോഗ്യം, മഞ്ഞപ്പിത്തം പോലത്തെ രോഗം പിടിപെടാം, കണ്ണിന് പ്രശ്നം വരാം, സ്റ്റോൺ വരാനുള്ള അവസരം ഇവർക്ക് കൂടുതലാണ്. അതൊക്കെ പരിഹാരം, ആ സമയം നമുക്ക് പരിഹാരം ചെയ്ത് മാറ്റാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫോൺ നമ്പർ ഉണ്ട്, വിളിച്ചോളൂ. എന്റെ കുട്ടി ഇങ്ങനെയാണ്, കന്നിരാശിയാണ്, 7 വ്യാഴന്റെ സ്ഥിതിയുണ്ട്, അത് എന്താണെന്നുള്ളത് നോക്കി നമുക്ക് നോക്കിയത് പറയാം. അത് ഗ്രഹനിലയും കൂടെ വേണം. ശുഭമസ്തു. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.